അങ്ങനെ ഒരു ദിവസത്തെ നാത്തൂന്റെ വീട്ടിൽ പോണ കറക്കവും ഓട്ടവും എല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞങ്ങള് തമിഴ്നാട്ടിലോട്ട് തന്നെ പോവാണ് കേട്ടോ. ബസ്സിൽ അങ്ങനെ വലിയ തിരക്കോ തിക്കോ ഒന്നും ഇല്ലാത്ത കൊണ്ട് സമാധാനത്തിൽ നല്ല സൈഡ് സീറ്റിൽ നല്ല കാറ്റും കൊണ്ട് ആസ്വദിച്ചാണ് കേട്ടോ നാടുകാണി ചുരം കയറി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയത്. ഗൂഡല്ലൂർ എത്തിക്കഴിഞ്ഞപ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. കുറച്ചേരം അവിടെ ഇങ്ങനെ ബസ് നിർത്തിയിട്ട് കുറച്ചേരം അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു. ഇനി ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള ടാസ്ക് എന്താണെന്നറിയോ, ഞങ്ങളെ നാട്ടിലേക്ക് ബസ് കയറുന്നത് വലിയൊരു ടാസ്ക് ഉള്ള കാര്യമാണ്. ഗൂഡല്ലൂരിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണമെന്നുകൊണ്ട് തന്നെ ചെറിയ ബസ്സാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത്. അപ്പൊ ആ ബസ്സിൽ കയറുന്നതിന് മുമ്പേ സീറ്റ് എല്ലാവരും മുമ്പേ പിടിച്ചേക്കും. ഇതേപോലെ ബസ് പോണതിനനുസരിച്ച് ആൾക്കാർ അതിന്റെ കൂടെ തന്നെ പോകും. ബസ് നിർത്തിട്ട് കഴിഞ്ഞാൽ ആ ചില്ലിന്റെ ഉള്ളിൽ കൂടെ ബാഗോ സഞ്ചോ കടലാസോ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് മുമ്പേ സീറ്റ് പിടിച്ചേക്കും. ഇങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാർ സീറ്റ് പിടിക്കുക. അല്ലെങ്കിൽ പുര വരെ നിൽക്കേണ്ടി വരും. എന്തായാലും വീട്ടിലെത്തുമ്പോൾ രാത്രിയാവും. അതുകൊണ്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ രാത്രി ഇതേപോലെ ബസ്സിൽ പോരേക്ക് പോണത്. ഈ സമയത്തൊക്കെ ആന ഇറങ്ങുന്ന സമയമാണ്. ആനനെ കാണാനൊക്കെ ഉമ്മ പറയലുണ്ട്. അപ്പൊ ഞാനും ഒരു ആനനെ കാണുന്നുള്ള പ്രതീക്ഷയിലൂടെയാണ്. ഒരു ബസ് ഓപ്പോസിറ്റ് വന്നാൽ ഞങ്ങളെ ബസ് മാറിക്കൊടുക്കണം കേട്ടോ. കാരണം ഞങ്ങളെ റോഡിന്റെ വീതി അത്രേ ഉള്ളൂ. ചെറിയ റോഡാണ് കേട്ടോ. അതേപോലെ ഒരു കുഞ്ഞി പാലാണ്. അതേ കൂടെ വേണം ഈ രണ്ട് ബസ് ഓടാൻ. ഞാൻ കൂടുതലും പകലാണ് കേട്ടോ പോരേക്ക് പോവല്. അതും ബൈക്കിലാണ്. രാത്രി അങ്ങനെ പോവല് കുറവാണ്. അതുകൊണ്ട് രാത്രി പോണ കാഴ്ചയാണ് ഈ ബസ്സിലും പോണത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ കാണുന്ന വ്യൂ ഇല്ലേ, അത് നമ്മൾ ചുരത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ഇല്ലേ, ഏകദേശം അതേപോലെ കുറെ വിശേഷങ്ങളുണ്ട്. അതൊക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ലൈക്കും ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം.